ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 5ാമത്തെ യൂണിറ്റിലെ, അതായത് 12ാമത്തെ പാഠഭാഗമായ ബോൺസായി എന്ന കവിതയുടെ ആക്ടിവിറ്റീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, കവിത പഠിത്തേ സമയ ഇൻ പ്രശ്നോം സെ ഗുസരെ. കവിത പഠിച്ചതിന് ശേഷം, വായിച്ച് പഠിച്ചതിന് ശേഷം ഇൻ പ്രശ്നോം സെ, ഈ ക്വസ്റ്റ്യങ്ങളിലേക്ക് ഗുസരെ കടക്കുക, അതായത് പ്രവേശിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആംഗൻ സെ ഖോദ് കർ ഗമലെ में लगा देने से पौधे में क्या क्या परिवर्तन हो सकते हैं? എന്താണ് അർത്ഥം? ആംഗൻ സെ ഖോദ് കർ, മുറ്റത്ത് നിന്ന് കിളച്ചെടുത്തിട്ട്, പറിച്ചെടുത്തിട്ട് എന്നൊക്കെ പറയാം. ഗമലേമേ ലഗാ ദേനേസെ, പൂച്ചട്ടിയിൽ കുഴിച്ചിട്ടത് കാരണം, പൗദേമേ ചെടിയിൽ, ക്യാ ക്യാ പരിവർത്തന ഹോ സക്തേ, എന്തെല്ലാം പരിവർത്തനമാണ്, അതായത് മാറ്റമാണ് ഉണ്ടായത്. ഉത്തരം നോക്കാം. गमले में लगा देने से पौधे की जड़ें ज्यादा फैल नहीं सकती, इससे पौधा ज्यादा बड़ा नहीं हो सकता. അതായത് ഗമലേമേ ലഗാ ദേനേസെ, പൂച്ചട്ടിയിൽ കുഴിച്ചിട്ടത് കൊണ്ട്, പൗതേക്ക് ജഡയും, ചെടികളുടെ ജഡയും വേരുകൾ ജ്യാദ ഫൈൽ നെയ്യും സക്ത, കൂടുതലായിട്ട് വ്യാപിക്കാൻ കഴിഞ്ഞില്ല. ഇസുസെ, ഇതുകൊണ്ട്, പൗധ ചെടി, ജ്യാദ ബഡാനൈ ഹോ സക്ത, അതുകൊണ്ട് തന്നെ വേര് വ്യാപിച്ചു വളരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈസ് പൗധ, ഈ ചെടി കൂടുതൽ, ഈ ചെടിക്ക് ബഡാനൈ ഹോ സക്ത, വലുതാവാനും സാധിച്ചില്ല. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോയിങ് റൂമേ ബോൺസായി കോ അതിഥി ലോക ആശ്ചര്യ സെ ക്യോൻ ദേഖ്തേ ഹോങ്കെ. ഡ്രോയിങ് റൂമിൽ ബോൺസായി കണ്ടിട്ട് അതിഥികൾ എന്തുകൊണ്ടാണ് ആശ്ചര്യപ്പെട്ട് നോക്കിയത്? എന്തുകൊണ്ടാണ് ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവുക? ഉത്തരം നോക്കാം. ബോൺസായി ആകാർ മേ ചോട്ടാ ഹെ, ലേക്കിൻ ഉസ്കെ പത്തേ താനെ ഫൂൽ ആദി ബഡേ പേട് കെ ജൈസെ ഹോത്തേ ഹെ. അങ്ങനെ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കാൻ കാരണം, ബോൺസായി ആകാർമേ ചോട്ടാ ഹെ, ബോൺസായി ആകൃതിയിൽ, അതിൻ്റെ ആകൃതിയിൽ, ചോട്ടാ ഹെ ചെറുതാണ്. ലേക്കിൻ എന്നാൽ, ഉസ്കെ പത്തെ എന്നാൽ ചെറുതാണെങ്കിലും അതിൻ്റെ പത്തെ ഇലകളും, തനെ അതിൻ്റെ തടിയും, ഫൂൽ പൂക്കളും, ആദി മുതലായവ, ബഡേ പേടിക്കെ ജൈസെ ഹോത്തെ വലിയ വൃക്ഷത്തെ പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ആശ്ചര്യത്തോടെ നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ധീരെ ധീരെ മേ ബോൺസായി മേ തബ്ദീൽ ഹോ ഗയി. ധീരെ ധീരെ, മെല്ലെ മെല്ലെ ഞാൻ ബോൺസായി രൂപത്തിലായി മാറി. ആ ബോൺസായി എന്ന ചെടി പറയാണ് എന്താണ്? ധീരെ ധീരെ, ആ വൃക്ഷം പറയാണ് ധീരെ ധീരെ, മെല്ലെ മെല്ലെ, മേ ബോൺസായി മേ തബ്ദീൽ ഹോ ഗയി, ഞാൻ ഒരു ബോൺസായി ആയി മാറി. ഇസുസേ ആപ്പിനെ ക്യാ സമച്ച, ഇതിൽ താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? കേട്ടു നിന്ന് നമ്മൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ഉത്തരം നോക്കാം. മാലിക്കിനെ പൗതേക്കോ ഉഗാടുക്കർ ഗമലേമേ ലഗാലിയ. യജമാനൻ പൗത, ആ ചെടി പറിച്ചെടുത്തിട്ട്, പിഴുതെടുത്തിട്ട്, ഗമലേമേ ലഗാലിയ, പൂച്ചട്ടിയിൽ കുഴിച്ചിട്ടു. ജഡേ ജ്യാദ ഫൈൽ നെഹീം സഗി, അതുകൊണ്ട് തന്നെ ഈ വേരുകൾക്ക് കൂടുതൽ വ്യാപിച്ചു വളരാൻ കഴിഞ്ഞില്ല. വികാസ് രുക്കുകയ, അതിൻ്റെ വളർച്ച നിന്നുപോയി. പൗധ ബോൺസായിമേ ബദൽക, അത് കാരണം പൗധ, ആ ചെടി എന്തായി മാറി? ബോൺസായി രൂപത്തിലായി, ബദൽഗയ മാറി. അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മുജ്മേ ലഗേ ഫൽ ഫൂലിനെ തുമേ ഫിർ ഡരായ, ഇസ്സെ ആപ്കോ ക്യാ ആശ്ചര്യ മിൽത്താ ഹൈ. മുജ്മേ ലഗേ, എന്നിലുണ്ടായ ഫലങ്ങളും പൂവുകളും, തുമേ നിങ്ങളെ, ഫിർ ഡരായ വീണ്ടും ഭയപ്പെടുത്തി. ഇസുസി ആപ്കോക്ക് ആശയമില്ല, ഇതിൽ നിന്ന് താങ്കൾക്ക് എന്ത് ആശയമാണ് ലഭിക്കുന്നത്? ഉത്തരം നോക്കാം. മാലിക് ചാഹ്താഹെ, യജമാനൻ ആഗ്രഹിക്കുന്നു. കി എന്തെന്നാൽ, ബോൺസായിക്ക് പരമ്പരാഗ വികാസ് നഹോ, ബോൺസായി പരമ്പര ഒരിക്കലും വളർന്ന് വലുതായി വികസിക്കരുത്. ഇസ്ലിയ, അതുകൊണ്ട്, ഫൽ ഫൂൽ ദേക്കർ, അതുകൊണ്ട് തന്നെ ഫലം പഴങ്ങളും, ഫൂൽ പൂക്കളും, ദേക്കർ കണ്ടിട്ട് ഡർത്ത, ആ യജമാനൻ പേടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. ബോൺസായി മേ ഫൽ ഫൂൽ ലഗിനെ पर मालिक ने उसे घूरे पर क्यों फेंक दिया. ബോൺസായിയിൽ ഫലങ്ങളും പൂക്കളും കണ്ടിട്ട്, അതായത് ഫ്രൂട്ട്സും പൂക്കളൊക്കെ ഉണ്ടായത് കണ്ടിട്ട്, മാലിക് ഉസെ, അതിനെ, യജമാനൻ ആ ഒരു ചെടിയെ, ഗൂരേപ്പർ അതായത് വേസ്റ്റിലേക്ക്, ക്യോം ഫേങ്കിദിയ ചപ്പുചവറിലേക്ക് എന്തുകൊണ്ട് വലിച്ചെറിഞ്ഞു?
ഉത്തരം നോക്കാം. മാലിക് ബോൺസായിക്ക് പരമ്പര കാ വികാസ് നെയ് ചാത്ത. മാലിക് യജമാനൻ ബോൺസായി പരമ്പര വളരാൻ ഇഷ്ടപ്പെട്ടില്ല, വികസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഉസ്കി ധാരണ ഹെ, അദ്ദേഹത്തിൻ്റെ അവൻ്റെ ഒരു ധാരണയാണ്, അവൻ്റെ ഒരു തോന്നലാണ്. അഗർ ഫൽ ലഗേത്തോ, ഒരുപക്ഷെ പഴമുണ്ടായാൽ, ആ ബോൺസായിൽ പഴമുണ്ടായാൽ ദൂസരെ ലോഗ് ഉസേ മാങ്കെങ്കെ, മറ്റുള്ളവർ അത് ആവശ്യപ്പെടും. ഇസ് പ്രകാർ ബോൺസായി ഉൻകെ ബി പൗഞ്ച് സെത്തി, അതുകൊണ്ട് ബോൺസായി അവർക്കും കൊടുക്കേണ്ടതായിട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ടാവും, അവർക്കും അത് കിട്ടും. മാലിക് നെയ് ചാത്ത, ഇത് മാലിക് ആഗ്രഹിച്ചില്ല. ഇസ്ലിയെ, അതുകൊണ്ട് ഉസ്നെ ബോൺസായിക്കോ ഗൂരെ പർ ഫേങ്കിരി, അതുകൊണ്ട് ബോൺസായിയെ അദ്ദേഹം എന്ത് ചെയ്തു? വേസ്റ്റിലേക്ക്, ചപ്പുചവറിലേക്ക് ഫേങ്കിരിയ, വലിച്ചെറിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഘൂരെ പർ ബോൺസായിക്ക് ജഡേ അവർ ഫൈൽ ഗയി കാ മത്ലബ് ക്യാ ഹെ. ചപ്പുചവറിലേക്ക്, വേസ്റ്റിലേക്ക് ബോൺസായിക്ക് ജഡയും, ബോൺസായിയുടെ വേരുകൾ ഫൈൽ ഗയി വ്യാപിച്ചു, ചപ്പുചവറിലേക്ക് എറിഞ്ഞപ്പോൾ, അതായത് വേസ്റ്റിലേക്ക് എറിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു വേരുകളൊക്കെ എന്താണ് ഗൂരേപ്പർ അതായത് അവിടെ വ്യാപിച്ചു, അതിൻ്റെ വേരുകളൊക്കെ അങ്ങോട്ട് വലുതായി ഫൈൽ ഗൈ വ്യാപിച്ചു. ഇസ്ക മത്ലബിക്ക, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്തരം നോക്കാം. മാലിക്കിനെ ബോൺസായിക്കോ ഗൂരേപ്പർ ഫേങ്കിരിയ, മാലിക് ആ ബോൺസായിയെ ആ വേസ്റ്റിലേക്ക് എറിഞ്ഞു. ഗമല ഫുഡ് കയ, ആ സമയത്ത് അതിൻ്റെ പൂച്ചട്ടി പൊട്ടിപ്പോയി. ഇസുസെ, ഇതുകൊണ്ട് ജഡയും സ്വതന്ത്ര രൂപസെ, അതുകൊണ്ട് തന്നെ പൊട്ടിയത് കാരണം അതിൻ്റെ വേരുകൾ സ്വതന്ത്ര രൂപസെ, വളരെ സ്വാതന്ത്ര്യത്തോടെ ഫൈലിനിലേക്ക് വളർന്ന് വ്യാപിക്കാൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, കവിത के विशेष अर्थ को सूचित करने वाला शब्दों को पहचाने. കവിതയിൽ നിന്ന് വിശേഷ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ തെരഞ്ഞെടുക്കുക. ഉത്തരം വിശേഷ വാക്കുകളാണ്. ബോൺസായി എന്നത് വിശേഷ ഒരു വാക്കാണ്. ആംഗൻ, ഡ്രോയിങ് റൂം, മൗസം, കറുവട് ലേന, ഉഗാഡ് ഫേങ്കിന, ഇതൊക്കെ അതിൽ പ്രത്യേകമായിട്ടുള്ള വാക്കുകളാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. പുഷ്ട് പർ, അതായത് പുഷ്ട് ബാനബെ 92 ക ചിത്ര ധ്യാൻ സെ ദേഖെ, അതായത് പേജ് 92 പേജിലെ ചിത്രം നിങ്ങൾ ധ്യാൻ സെ ദേഖെ, വളരെ ശ്രദ്ധയോടെ നോക്കുക. നീചെ ദിയെ പ്രശ്നോ പർ വിചാർ കരെ, താഴെ കൊടുത്ത ആ ക്വസ്റ്റ്യനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. അപ്പം എന്താണ് താഴെ കൊടുത്തത് നോക്കാം. ബോൺസായി കിൻ കിൻ കെ പ്രതീക് ഹോ സക്തേ ഹെ, ബോൺസായി എന്തിൻ്റെ എല്ലാം പ്രതീകമാകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ശോഷിത്, ഹോഷ്യേകൃത് ജനതാക്ക പ്രതീക്. ആദ്യത്തെ പോയിന്റാണ് ശോഷിത്, അതായത് എന്താണ്, ചൂഷണത്തിനിരയായ ആളുകളുടെയും, ശോഷിത് എന്ന് പറഞ്ഞാൽ ചൂഷണത്തിനിരയായ ആളുകൾ. ഹോഷ്യേകൃത് ജനതാക്ക പ്രതീക്, ഹോഷ്യേകൃത് ജനത എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട ജനങ്ങളുടെ പ്രതീകം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ്, ഗർക്കെ ചാർ ദീവാരോം കി ജീവൻ ബിതാനേമേ വിവശ് മഹിളാവും കാ പ്രതീക്. ഗർക്കെ വീടിന്റെ, ചാർ ദീവാരോമേ ജീവിത് വിതാനേമേ, അതായത് വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ജീവിതം ചിലവഴിക്കുന്ന വിവശരായ മഹിളാവും കാ പ്രതീക്. വിവശ് മഹിളാവും കാ പ്രതീക് പറഞ്ഞാൽ ദുഃഖത്തിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ പ്രതീകം. അതായത് ഉള്ളിൽ മാത്രം ജീവിച്ച് വളരാൻ അനുവദിക്കാത്ത ചെടിയെപ്പോലെ, അതന്നെയാണ് അതിൻ്റെ പ്രതീകം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്യാ ബോൺസായി കിസി വിശേഷ അർത്ഥക്ക് സൂചന ദേത്തെ ഹെ. എന്താ ബോൺസായി എന്തെങ്കിലും വിശേഷ അർത്ഥത്തിന്റെ സൂചന നൽകുന്നുണ്ടോ? ഇതാണ് क्वेश्चन. उत्तर नोക്കാം. कविता में बोनसाई समाज में दबे जाने वाला निरीह और होशियाकृत लोगों के प्रतिनिधि है. वे उचित वातावरण मिलने पर सहज रूप से पुनः अपनी क्षमता दिखाता है. അതായത് കവിതാമേ, കവിതയിൽ ബോൺസായി, ഈ ബോൺസായി എന്ന ചെടി സമാജമേ ദബേ ജാനേവാല, സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട, നിരീഹ് നിരപരാധികളായ ജനങ്ങളുടെയും, ഹോഷ്യേകൃത് ലോകവും കി അവഗണിക്കപ്പെട്ട ആളുകളുടെയും പ്രതിനിധി ആളുകളെയും പ്രതിനിധാനം ചെയ്യുന്നു.
അതേപോലെ വേ ഉചിത് വാതാവരൺ മിൽനെ പർ, അതുകൊണ്ട് തന്നെ വേ അവർ ഉചിത് വാതാവരൺ മിൽനെ പർ, ഉചിതമായ സമയം അല്ലെങ്കിൽ സാഹചര്യം കിട്ടുമ്പോൾ, അതേപോലെ ശരിയായ രൂപത്തിൽ എന്താണ് സഹജ് രൂപസെ, ശരിയായ രൂപത്തിൽ പുനഃ അപ്പനി ക്ഷമത ദിക്കാത്താഹെ, അതായത് ശരിയായ രൂപത്തിൽ പുനർജീവിക്കുകയും തൻ്റെ ക്ഷമത തൻ്റെ കഴിവ് സമൂഹത്തിന് കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് 4 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഈ കവിതയുമായി ബന്ധപ്പെട്ട ടിപ്പണിയാണ് പഠിക്കാനുള്ളത്. ആസ്വാദന ടിപ്പണിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറുകൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് നോട്ടിലേക്ക് എഴുതി എടുത്ത് പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ ടിപ്പണിയുമായിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ്വൽ ആക്ടിവിറ്റീസാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക്, കമൻറ്റ്, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ഒരാളും സബ്സ്ക്രൈബ് പോട്ടെ, ലൈക്ക് ഒന്നും ആരും ചെയ്യുന്നില്ല, കമൻറ്റ് പോലും ഒരാളും ചെയ്യുന്നില്ല. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ ഒരു കമൻറ്റ് പോലും ആരും ഇടുന്നില്ല. പ്ലീസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. ഓക്കെ, താങ്ക് യു.